സർവേഷാം സംസ്കൃതവ്യാകരണകക്ഷ്യാം പ്രതി സ്വാഗതം. എല്ലാവർക്കും സംസ്കൃതം വ്യാകരണം ക്ലാസ്സിലേക്ക് സ്വാഗതം. ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ, നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ട് എങ്കിൽ പുതുതായി കാണുന്നവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ബാക്കി എല്ലാവരും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇത് ഷെയർ ചെയ്യുക. ഓരോ ക്ലാസ് കഴിയുന്തോറും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായമായിരിക്കും നമ്മുടെ ഈ ക്ലാസ്സിൻ്റെ മുന്നോട്ടുള്ള ഊർജം. അപ്പോൾ നമ്മൾക്ക് രണ്ടാമത്തെ വ്യാകരണ ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ലഘുസിദ്ധാന്ത കൗമുദിയുടെ മംഗളശ്ലോകമാണ്. ഇന്ന് നമ്മൾ വ്യാകരണ ക്ലാസ്സിലേക്ക് പുസ്തകത്തിലേക്ക് പ്രവേശിക്കുകയാണ്. കുറേ പ്രകരണങ്ങളായിട്ടാണ്, സംജ്ഞാപ്രകരണം, സന്ധിപ്രകരണം, അച്ഛസന്ധിപ്രകരണം, ഇങ്ങനെ പ്രകരണങ്ങളായിട്ട് ഓരോ അധ്യായങ്ങളായിട്ടാണ് ഈ ഗ്രന്ഥം മുന്നോട്ട് പോകുന്നത്. അതിനാദ്യ പ്രകരണമായ സംജ്ഞാപ്രകരണമാണ് ഇപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത്. സംജ്ഞാപ്രകരണം എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും എന്തിനെക്കുറിച്ചാണ് ഈ പ്രകരണത്തിൽ പറയാൻ പോകുന്നത്. അതായത് സംജ്ഞകളെക്കുറിച്ചാണ്, പേരുകളെക്കുറിച്ചാണ്. വ്യാകരണശാസ്ത്രത്തിലെ കുറേ സാങ്കേതിക സംജ്ഞകളെ പറയുന്ന ഒരു അധ്യായമാണ്, ഒരു പ്രകരണമാണ് ഈ പ്രകരണം, അതായത് സംജ്ഞാപ്രകരണം. നമ്മൾ പൊതുവേ സംജ്ഞകൾ, പേരുകൾ എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? എന്തിനാണ് നമ്മൾ പേരിടുന്നത്? അത് നമ്മുടെ ലൗകിക ജീവിതത്തിലായാലും അതുപോലെ ശാസ്ത്ര കാര്യങ്ങളിലായാലും ഈ സംജ്ഞകൾ എന്തിനു വേണ്ടിയിട്ടാണ്? എന്താണ് അതിൻ്റെ പ്രയോജനം എന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാകും, കാര്യങ്ങളെ എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടി, കാര്യങ്ങളെ എളുപ്പത്തിൽ നിർവഹിക്കാൻ വേണ്ടി, അനായാസമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സംജ്ഞകളെ ഉപയോഗിക്കുന്നത്. ആണല്ലോ. ഇപ്പോൾ നോക്കാം, നമ്മുടെ ജീവിതത്തിൽ, ലൗകിക ജീവിതത്തിൽ നമ്മൾക്ക് മനുഷ്യന്മാർക്ക് ആർക്ക് പേരില്ല എന്ന് വിചാരിക്കാം. ഒരാൾക്കും പേരില്ല എന്ന് വിചാരിക്കാം. അപ്പോൾ നമുക്കൊരു ആൾക്കൂട്ടത്തിൽ നിന്ന് ഒരു വ്യക്തിയെ വിളിക്കണം, എൻ്റെ അടുത്തേക്ക് വിളിക്കണം, എനിക്ക് ഇഷ്ടപ്പെടുന്ന ഒരാളെ എൻ്റെ അടുത്തേക്ക് വിളിക്കണം എന്ന് വിചാരിക്കുക. നമ്മൾ എന്ത് ചെയ്യും? എന്താ ചെയ്യുക? നമ്മൾ കൈകൊട്ടി വിളിക്കുക ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ഒച്ചയാക്കുകയാണ് ചെയ്യുക. അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിച്ച ആൾ ഇങ്ങോട്ട് വരുമോ? വരില്ല. അതേ സമയത്ത് ആ ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും ഓരോരോ പേര്, സംജ്ഞയുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സുരേഷ ആഗച്ഛതു എന്ന് വിളിക്കുകയാണെങ്കിൽ, സുരേഷൻ എന്ന് വിളിക്കുകയാണെങ്കിൽ വേഗം സുരേഷൻ എന്ന പേരുള്ള ആൾ തിരിഞ്ഞു നോക്കുകയും അദ്ദേഹം നമ്മുടെ അടുത്തേക്ക് വരികയും ചെയ്യും. അപ്പോൾ നമ്മൾക്ക് ഒരാൾ വിളിക്കുക എന്ന പ്രവൃത്തി അവിടെ വളരെ എളുപ്പത്തിൽ നടക്കുന്നു. ഏതു നിമിത്തം? ഈ സംജ്ഞ നിമിത്തം, പേര് നിമിത്തം. ഇതുപോലെ ശാസ്ത്രങ്ങളിലും ഒരുപാട് കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ നിർവഹിക്കാൻ വേണ്ടിയാണ് ഗ്രന്ഥകാരന്മാർ ഓരോരോ സംജ്ഞകളെ നിർണ്ണയിക്കുന്നത്, ഒരു പേര് ഇടുന്നത്. അതുപോലെ തന്നെ പാണിനിയും തൻ്റെ വ്യാകരണ ശാസ്ത്രത്തിൽ വ്യാകരണത്തിലെ പല കാര്യങ്ങളെയും എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടി, എളുപ്പത്തിൽ നിർവഹിക്കാൻ വേണ്ടി കുറേ സംജ്ഞകൾ, കുറേ പേരുകൾ ഇട്ടിട്ടുണ്ട്. ആ സംജ്ഞകളെക്കുറിച്ചാണ് നമ്മൾ ഈ പ്രകരണത്തിൽ പഠിക്കാൻ പോകുന്നത്. ഈ പ്രകരണത്തിൻ്റെ തുടക്കത്തിൽ വ്യാകരണത്തിൻ്റെ മൂലമായ 14 സൂത്രങ്ങളെക്കുറിച്ചാണ് ആദ്യം പറഞ്ഞിട്ടുള്ളത്. ഈ സൂത്രങ്ങളിൽ നിന്നാണ് വ്യാകരണശാസ്ത്രം മുളച്ച് വളർന്ന് പന്തലിച്ച് മഹാശാസ്ത്രമായിട്ട് വിഹരിക്കുന്നത്. അങ്ങനെ ശാസ്ത്രത്തിൻ്റെ മൂലമായ 14 സൂത്രങ്ങളാണ് ആദ്യം, ഈ പ്രകരണത്തിൻ്റെ ആദ്യം നമ്മൾക്ക് പഠിക്കാനുള്ളത്. ഞാനതൊന്ന് വായിക്കാം. അഥ സംജ്ഞാപ്രകരണം
ആയിയൂണ് ഇറിലുക്ക് ഏയൊങ്ങ് അയ്യൗച്ച് ഹയവരട്ട് ലണ് ഞമങ്ങണനമ് ഝഭഞ്ഞ് ഘടധഷ് ജബഗഡദശ് ഖഫ ഛഠഥ ചടതവ് കപയ് ശഷസര് ഹല് ഇതി മാഹേശ്വരാണി സൂത്രാണി അനാദിസംജ്ഞാർത്ഥാനി യേഷാമന്ത്യ ഇതഃ ഹകാരാദിഷ്വകാര ഉച്ചാരണാർത്ഥഃ ലൺമധ്യേ ത്യുത്സംജ്ഞകഃ. അപ്പോൾ ആയൂണിൽ തുടങ്ങി ഹല്ല് എന്നതിൽ അവസാനിക്കുന്ന 14 സൂത്രങ്ങളാണ് ഇവിടെ ഈ പ്രകരണത്തിൻ്റെ ആദ്യം പറഞ്ഞിട്ടുള്ളത്. എത്ര സൂത്രങ്ങളാണ്? 14 സൂത്രങ്ങൾ. അപ്പോൾ ആയൂണ് ഇറിലുക്ക് ഏയൊങ്ങ് അയ്യൗച്ച് ഹയവരട്ട് ലണ് ഞമങ്ങണനമ് ഝഭഞ്ഞ് ഘടധഷ് ജബഗഡദശ് ഖഫ ഛഠഥ ചടതവ് കപയ് ശഷസര് ഹല് ഇതി മാഹേശ്വരാണി സൂത്രാണ്യനാദിസംജ്ഞാർത്ഥാനി. ഇതി മാഹേശ്വരാണി സൂത്രാണി അനാദിസംജ്ഞാർത്ഥാനി എന്നാണ് പദം വരിക. ഇതി മാഹേശ്വരാണി സൂത്രാണി അനാദിസംജ്ഞാർത്ഥാനി. ഇതി എന്ന പദം ഇവിടെ അവ്യയമാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അവ്യയത്തെക്കുറിച്ച് പഠിച്ചു അല്ലേ? 3 ലിംഗങ്ങളിലും 7 വിഭക്തികളിലും 3 വചനങ്ങളിലും ഒരുപോലെ നിൽക്കുന്ന, എപ്പോൾ കണ്ടാലും ഒരുപോലെ ഉണ്ടാകുന്ന ഒരു ശബ്ദത്തെയാണ് നമ്മൾ അവ്യയം എന്ന് വിളിക്കുക. ഇതി എന്ന ശബ്ദം എപ്പോഴും ഭാഷയിൽ ഇതി എന്നേ ഉണ്ടാവും, ഒരു മാറ്റവും ഉണ്ടാവില്ല. അതുകൊണ്ട് അത് അവ്യയമാണ്. മാഹേശ്വരാണി എന്ന ശബ്ദം, അതുപോലെ സൂത്രാണി എന്ന ശബ്ദം, അതുപോലെ അനാദിസംജ്ഞാർത്ഥാനി എന്ന ശബ്ദം, ഈ 3 ശബ്ദങ്ങളും അകാരാന്ത നപുംസകലിംഗം പ്രഥമാ ബഹുവചനാണ്. വനം വനേ വനാനി പോലെ മാഹേശ്വരം മാഹേശ്വരേ മാഹേശ്വരാണി, സൂത്രം സൂത്രേ സൂത്രാണി, അനാദിസംജ്ഞാർത്ഥം സംജ്ഞാർത്ഥേ സംജ്ഞാർത്ഥാനി ഇങ്ങനെ ചൊല്ലണം കേട്ടോ. അപ്പോൾ അതിന് പ്രഥമ ബഹുവചനമാണ്. എന്താണ് അർത്ഥം പറയേണ്ടത്? മാഹേശ്വരാണി മാഹേശ്വരങ്ങൾ, അതൊന്ന് പ്രഥമൈക്കർത്ഥം എന്നാണല്ലോ. സൂത്രാണി സൂത്രങ്ങൾ, അനാദിസംജ്ഞാർത്ഥാനി അനാദിസംജ്ഞാർത്ഥങ്ങൾ, ഇങ്ങനെയാണ് അർത്ഥം പറയേണ്ടത്. ഇനി നമ്മൾക്കിതിൻ്റെ വാക്യത്തിൻ്റെ പൂർണ്ണമായ അർത്ഥം ഒന്ന് പരിശോധിക്കാം. അപ്പോൾ ഇങ്ങനെ ഹല് ഇതി എന്ന ഇപ്രകാരം എന്നർത്ഥം, മേൽ പറഞ്ഞ പോലെ എന്ന ഈ 14 രൂപത്തിലുള്ള ഇതി മാഹേശ്വരാണി സൂത്രാണി എന്ന മാഹേശ്വരങ്ങളായ സൂത്രങ്ങൾ, മാഹേശ്വരാണി സൂത്രാണി മാഹേശ്വരങ്ങളായ സൂത്രങ്ങൾ, അനാദിസംജ്ഞാർത്ഥാനി അനാദിസംജ്ഞാർത്ഥങ്ങളാകുന്നു, അനാദിസംജ്ഞാർത്ഥങ്ങളാകുന്നു. ഇവിടെ ആകുന്നു എന്ന ക്രിയാപദം അവിടെ ഇല്ലെങ്കിൽ നമ്മളെന്ത് വേണം? സർവം വാക്യം ക്രിയായാം പരിസമാപ്യതേ. എല്ലാ വാക്യവും ഒരു ക്രിയയിലാണ് പരിസമാപിക്കുക. ക്രിയയിലാണ് ഒരു വാക്യത്തിൻ്റെ പൂർണ്ണത അനുവാചകന് ശ്രോതാവിന് അനുഭവിക്കാൻ പറ്റുക, മനസ്സിലാക്കാൻ പറ്റുക എന്നതുകൊണ്ട് ഇവിടെയും നമ്മൾ ക്രിയാപദത്തെ നമ്മൾ ചേർക്കണം, ഭവന്തി എന്ന് ചേർക്കണം. അതുകൊണ്ടാണ് ഞാൻ ആകുന്നു എന്ന് കൂട്ടി പറഞ്ഞത്. അപ്പോൾ മാഹേശ്വരങ്ങളായ സൂത്രങ്ങൾ അനാദി സംജ്ഞാർത്ഥങ്ങളാകുന്നു എന്നർത്ഥം. യേഷാം അന്ത്യായിതഃ, യേഷാം അന്ത്യാഹ ഇതഃ എന്ന് പദച്ഛേദം. യേഷാം അന്ത്യാഹ ഇതഃ. യേഷാം എന്ന ശബ്ദം ഷഷ്ഠി ബഹുവചനാണ്. ഇതം ശബ്ദം നപുംസലിംഗത്തിൻ്റെ ഷഷ്ഠി ബഹുവചനാണ്. ഇതം ശബ്ദമാണ്, നപുംസലിംഗാണ്, ഷഷ്ഠി ബഹുവചനാണ്. ഇതം ഇമേ ഇമാനി, അതിൻ്റെ അസ്യ അനയോഹോ യേഷാം എന്ന് ഷഷ്ഠി ബഹുവചനം കിട്ടും. എന്താ അർത്ഥം? ഇവകളുടെ എന്നർത്ഥം. യവകളുടെ തൊട്ട് മുമ്പിൽ പറഞ്ഞ 14 സൂത്രങ്ങളുടെ എന്നർത്ഥം. യേഷാം എന്ന് പറഞ്ഞാൽ യേഷാം സൂത്രാണാം, ഈ സൂത്രങ്ങളുടെ. ആയൂണ് ഇർലക്ക് ഏയൊങ്ങ് അയ്യൗച്ച് ഹയവരട് തുടങ്ങി ഹല്ലിൽ അവസാനിക്കുന്ന ഈ സൂത്രങ്ങളുടെ എന്നർത്ഥം യേഷാം എന്ന് പറഞ്ഞാൽ. അന്ത്യാഹ, അന്ത്യാ ഇതഹ എന്നുള്ളത് പദം മുറിക്കും എന്ത് വരുമെന്ന് പറഞ്ഞു? അന്ത്യാഹ എന്ന് വിസർഗം വരും. അന്ത്യാഹ എന്താ വിഭക്തി വരുക? അന്ത്യഹ അന്ത്യൗ അന്ത്യാഹ. രാമഃ രാമോ രാമാഹ, ബാലഃ ബാലോ ബാലാഹ എന്ന പോലെ
അകാരാന്ത പുല്ലിംഗ ശബ്ദത്തിൻ്റെ പ്രഥമ ബഹുവചനാണ് അന്ത്യാഹ എന്ന അന്ത്യങ്ങൾ എന്നർത്ഥം. ഇവകളുടെ അന്ത്യങ്ങൾ എന്നർത്ഥം. യേഷാമന്ത്യാഹ ഇവകളുടെ അന്ത്യങ്ങൾ എന്നർത്ഥം. അന്ത്യങ്ങൾ എന്ന വാക്കിന് എന്താ അർത്ഥം? അന്തേ ഭവാഹ അന്ത്യാഹ. എന്താണ്? അന്തേ ഭവാഹ അന്ത്യാഹ. അന്തേ ഭവഹ അന്ത്യഹ അത് ഏകവചനം. അന്ത്യങ്ങൾ ബഹുവചനാകുമ്പോൾ അന്തേ ഭവാഹ അന്ത്യാഹ. അന്തേ അന്തത്തിൽ, ഭവാഹ ഉള്ളവ, അവസാനത്തിലുള്ളവ എന്നർത്ഥം. അന്തേ ഭവാഹ അന്ത്യാഹ അവസാനത്തിലുള്ളവ, ഏറ്റവും ഒടുവിലുള്ളവ. ഏതുകളുടെ ഒടുവിൽ? യേഷാം അന്ത്യാഹ ഈ 14 സൂത്രങ്ങളുടെ അന്ത്യത്തിലുള്ളവ, ഓരോരോ സൂത്രത്തിൻ്റെയും അവസാനത്തിലുള്ളവ എന്നർത്ഥം. ഇപ്പോൾ ആയൂണിൽ ന്, ഇർലുക്കിൽ ക്ക്, ഏയൊങ്ങിൽ ങ്, അയ്യോച്ചിൽ ച്, ഹയവരടിൽ ട്ട്, അതുപോലെ അവസാനം 14ാമത്തെ ഹല്ലിൽ ല്. ഇങ്ങനെ ഓരോരോ സൂത്രത്തിലെയും അവസാനത്തിലുള്ളവ ഇതഹ. ഇതഹ എന്താ വിഭക്തി? ഇത്ത് ഇതൗ ഇതഹ പ്രഥമ ബഹുവചനാണ്. ഇത്തുകൾ എന്നർത്ഥം. ഇത്തുകൾ. അപ്പോൾ ഇവകളുടെ അന്ത്യങ്ങൾ ഇത്തുകൾ എന്നർത്ഥം. ഇവിടെ നമ്മളെന്ത് വേണം? ഒരു ക്രിയാപദം ചേർക്കണം. നമ്മൾ ഒരു ക്രിയാപദവും ഇല്ലെങ്കിൽ നിയമപ്രകാരം ചേർക്കേണ്ടത് ഏതാണ്? ഭവതിയാണ്. ഭവതി ക്രിയ ചേർക്കേണ്ടത്. ഇതഹ ബഹുവചനായതുകൊണ്ട് ഭവന്തി എന്ന് ചേർക്കണം. അപ്പോൾ യേഷാം അന്ത്യാഹ ഇതഹ ഭവന്തി എന്ന് കിട്ടും. ഇവകളുടെ അന്ത്യത്തിലുള്ളവ, അന്ത്യങ്ങൾ ഇത്തുകൾ ആകുന്നു. ഈ 14 സൂത്രങ്ങളുടെ അവസാനത്തിലുള്ളവ ഇത്ത് എന്ന പേരോട് കൂടിയവയാകുന്നു എന്നർത്ഥം. ഹകാരാദിഷ്വകാര ഉച്ചാരണാർത്ഥ. ഹകാരാദിഷ്വകാര ഉച്ചാരണാർത്ഥ എങ്ങനെ പദം മുറിക്കാം? ഹകാരാദിഷു അകാരഹ. അവിടെ വിസർഗം ചേർക്കണം. അവിടെ വിസർഗമില്ല, സന്ധിയാണ്. മുറിക്കുമ്പോൾ അകാരഹ. ഹകാരാദിഷു അകാരഹ ഉച്ചാരണാർത്ഥ എന്നാണ് പദച്ഛേദം കിട്ടുക. ഹകാരാദിഷു എന്താ വിഭക്തി? കവിശബ്ദം പോലെ സപ്തമി ബഹുവചനം. ഹകാരാദിഹി, ഹകാരാദീ, ഹകാരാദയ എന്ന് ചൊല്ലിക്കഴിഞ്ഞാൽ എന്ത് കിട്ടും? കവൗ കവിയോഹോ കവിഷു, ഹകാരാദൗ ഹകാരാദ്യോഹോ ഹകാരാദിഷു എന്ന് സപ്തമി ബഹുവചനം കിട്ടും. അകാരഹ പ്രഥമ ഏകവചനം. ബാലഹ ബാലോ ബാലഹ എന്ന പോലെ പുല്ലിംഗം പ്രഥമ ഏകവചനം. ഉച്ചാരണാർത്ഥ എന്നതും അകാരാന്ത പുല്ലിംഗം ബാലശബ്ദം പോലെ പ്രഥമ ഏകവചനം. അപ്പോൾ നമുക്കെങ്ങനെ കിട്ടും? ഹകാരാദിഷു അകാരഹ ഉച്ചാരണാർത്ഥ ഭവതി. ഇവിടെ ഒരു ക്രിയാപദം ചേർക്കണം. ഹകാരാദിഷു അകാരഹ ഉച്ചാരണാർത്ഥ ഭവതി. എന്താണ് ഇതിൻ്റെ അർത്ഥം പറയുക? ഹകാരാദികളിലുള്ള അകാരം ഉച്ചാരണാർത്ഥമാകുന്നു. ഹകാരാദിഷു വിദ്യമാനഃ അകാരഃ എന്നർത്ഥം. ഹകാരാദികളിൽ വിദ്യമാനമായ ഉള്ളതായ അകാരഃ എന്നത് എന്താകുന്നു? ഉച്ചാരണാർത്ഥമാകുന്നു. ഉച്ചാരണത്തിന് വേണ്ടിയാകുന്നു, ഉച്ചരിക്കാൻ വേണ്ടിയാകുന്നു എന്നർത്ഥം. ഇപ്പോൾ ഹ, യ, വ, ര, ല, ഞ, മ, ങ, ണ, ന, ജ, ഭ തുടങ്ങിയ ഹകാരം തുടങ്ങിയ അക്ഷരങ്ങളിൽ കാണുന്ന അകാരം. ഇപ്പോൾ ഹായുടെ ശേഷം ഹ്, ആ, ഹ, യ, യ്, ആ, യ, വ, വ്, ആ, വ, ര, ര്, ആ, ര ഇങ്ങനെ ഓരോന്നിൻ്റെ കൂടെ എന്തുണ്ട്? ആയുണ്ട്. അപ്പോൾ ഹ തുടങ്ങിയ ഓരോരോ വർണ്ണങ്ങളിലും ഉള്ളതായ അകാരം ഉച്ചരിക്കാൻ വേണ്ടിയാണ്, ഉച്ചാരണ സൗകര്യത്തിന് വേണ്ടിയാണ്, ഉച്ചരിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയാണ് എന്നർത്ഥം. ഹകാരാദിഷു എങ്ങനെ വിഗ്രഹിക്കാൻ പറ്റും നമുക്ക് നോക്കാം. ഹകാരഃ ആദിഹി യേഷാം തേ ഹകാരാദയഃ. എങ്ങനെയാണ്? ഹകാരഃ ആദിഹി യേഷാം തേ ഹകാരാദയഃ തേഷു ഹകാരാദിഷു. എന്താണ് ഇതിൻ്റെ അർത്ഥം? ഹകാരഃ ആദിഹി, ഹകാരം എന്ന വർണ്ണം, ആദി തുടക്കം, യേഷാം യേഷാം വർണ്ണാനാം ഏത് വർണ്ണങ്ങൾക്കാണോ, ഹകാരഃ
ആദിഹി യേഷാം, ഹകാരം എന്ന വർണ്ണം ആദിഹി ആദ്യം തുടക്കത്തിൽ, യേഷാം യേഷാം വർണ്ണാനാം ഏത് വർണ്ണങ്ങൾക്കാണോ, തേ തേ വർണ്ണാഹ ആ വർണ്ണങ്ങളാണ് ഹകാരാദയ ഹകാരാദികൾ. അപ്പോൾ ഹകാരാദയ ഹകാരാദികൾ എന്ന് പറഞ്ഞാൽ ഏതൊക്കെ വർണ്ണങ്ങളെയാണ് കിട്ടുക? ഏതൊക്കെയാണ്? അപ്പോൾ ഹാ തൊട്ടിട്ട് ഹയവിരലിൽ ഹാ തൊട്ടിട്ട് ല് വരെ ഒരു ലൈനാണെന്ന് വിചാരിക്കുക, ഒരു നിരയാണെന്ന് വിചാരിക്കുക, ഒരു നിര ലൈനായിട്ട് നിൽക്കുന്ന ഏറ്റവും മുമ്പിൽ ആരുണ്ട്? ഹായ് ഉണ്ട്, ഒരു ബേക്കിൽ യ, പിന്നെ വ, അങ്ങനെ ക്രമത്തിൽ എന്ന് വിചാരിക്കുക. അപ്പോൾ ഹകാരം എന്ന അക്ഷരം തുടക്കത്തിൽ ഏറ്റവും ആദ്യമുള്ളത് ആർക്കാണ്? ഹകാരത്തിന് ശേഷമുള്ള ബാക്കി എല്ലാ വർണ്ണങ്ങൾക്കും കിട്ടും. അതുകൊണ്ട് ഓരോരോ വർണ്ണത്തെയും എന്ത് വിളിക്കാം? ഹകാരാദി ഹകാരാദി ഹകാരാദി. ഹ എന്ന വർണ്ണം ആദ്യമുള്ളത്, ഹ എന്ന വർണ്ണം ആദ്യമുള്ളത് എന്നത് ഹാക്ക് ശേഷമുള്ള യാ വ ര തുടങ്ങിയ ഓരോരോ വർണ്ണത്തെയും ഹകാരാദി എന്ന് വിളിക്കാം. മറിച്ച് ആ ഇ ഉ ഋ എ ഒ ഈ അക്ഷരങ്ങളെ എന്ത് വിളിക്കാൻ പറ്റില്ല? ഹകാരാദി എന്ന് വിളിക്കാൻ പറ്റില്ല. അവയുടെ മുമ്പിൽ ഹകാരമില്ല, തുടക്കത്തിൽ ഹായ് ഇല്ല, അവർക്ക് ശേഷമാണ് ഹായ് ഉള്ളത്, അവസാനത്തിലാണ് അവർക്ക് ഹായ് ഉള്ളത്. അതുകൊണ്ട് അവർ ഹകാരാദിയല്ല, മറിച്ച് ഹയവരളിലെ ഹാക്ക് ശേഷമുള്ള ഓരോരോ വർണ്ണവും എന്താണ്? ഹകാരാദിയാണ്. തൊട്ടു മുമ്പിലല്ല, ഏറ്റവും മുമ്പിൽ എന്നർത്ഥം. തുടക്കത്തിൽ, അവരെ ഗ്രൂപ്പിൻ്റെ തുടക്കത്തിൽ, അവരെ നിരയുടെ തുടക്കത്തിൽ, ലൈനിൻ്റെ തുടക്കത്തിൽ എന്നർത്ഥം. അപ്പോൾ ഹകാരാദികൾ എന്ന് പറഞ്ഞാൽ ആരൊക്കെ കിട്ടും? ഹാക്ക് ശേഷമുള്ള ഓരോരോ വർണ്ണത്തെയും എന്ത് വിളിക്കാം? ഹകാരാദി എന്ന് പേരിട്ട് വിളിക്കാം. യാ വ ര ല ഞ മ എല്ലാ അക്ഷരവും വർണ്ണവും ഹകാരാദിയാണ്. ഇപ്പോൾ ഹകാരാദിഷു അകാര, ഹകാരാദികളിൽ ഉള്ള അകാരം എന്ന് പറഞ്ഞാൽ ഈ ഓരോരോ വർണ്ണത്തിനുമുള്ള അകാരം എന്ന് അർത്ഥം കിട്ടും. അതെന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ഉച്ചാരണാർത്ഥ, ഉച്ചാരണത്തിന് വേണ്ടിയിട്ടുള്ളതാണ്, ഉച്ചരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്, ഉച്ചാരണ സൗകര്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ് എന്നർത്ഥം. അപ്പോൾ ഹകാരാദിഷു എന്നതിൻ്റെ അർത്ഥം മനസ്സിലായല്ലോ. പക്ഷേ ഇവിടെ ഒരു സംശയം വരാം, ഒരു ശങ്കയുണ്ടാകാം. ഹകാരാദികൾ എന്ന് പറയുമ്പോൾ ഹ അതിൽപ്പെടുമോ? ഹകാരം തുടക്കത്തിലുള്ള വർണ്ണങ്ങൾ ഏതൊക്കെയാണോ ആ വർണ്ണങ്ങൾ ഹകാരാദികളാണ്, അല്ലേ? ഹകാരം ആദ്യമുള്ളത് ഏത് വർണ്ണങ്ങൾക്കാണോ ആ വർണ്ണങ്ങളാണ് ഹകാരാദികൾ, ഹകാരല്ല എന്നൊരു സംശയം വരാലോ. ഹകാരം അതിൽ പെടൂലല്ലോ സംശയം വരാലോ. ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇവിടെ ഇപ്പോൾ 3 വരി ആൾക്കാർ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ 10 ആളുള്ള 3 വരി ആൾക്കാർ നിൽക്കുന്നുണ്ടെന്ന് വിചാരിക്കാം. ഒന്നാമത്തെ വരിയിലെ ആദ്യത്തെ ആൾ രമേശൻ, രണ്ടാമത്തെ വരിയിലെ ആദ്യത്തെ ആൾ സുരേശൻ, മൂന്നാമത്തെ വരിയിലെ ആദ്യത്തെ ആൾ ഭൂപേശൻ. ഇപ്പോൾ രമേശ, സുരേശ, ഭൂപേശ ഇവർ 3 ആളും ഓരോ വരിയുടെ ആദ്യത്തെ ആളാണ്. ഒരാൾ വിളിക്കുന്നു, രമേശാദയ അഗച്ഛന്തു, രമേശൻ ആദ്യത്തിലുള്ളവർ വാ എന്ന് വിളിക്കുന്നു. രമേശൻ ആദ്യത്തിലുള്ള ആൾക്കാർ വാ എന്ന് വിളിക്കുന്നു. ഇപ്പോൾ രമേശൻ ആദ്യത്തിലുള്ളത്, മുമ്പിലുള്ളത് ആർക്കാണോ അവർ വാ എന്നാണ് പറയുന്നത്. അപ്പോൾ രമേശൻ ആദ്യത്തിലുള്ളത് ആർക്കാണ്? രമേശന് ശേഷമുള്ള 9 ആൾക്കല്ലേ? രമേശൻ ആൽപ്പെടില്ലല്ലോ. ഈ 10 ആളുള്ള നിരയിൽ രമേശൻ ആദ്യത്തിലുള്ളത് രമേശൻ്റെ ബാക്കിലുള്ള 9 ആൾക്കാണ്. അപ്പോൾ രമേശൻ തുടക്കത്തിലുള്ള മുമ്പിലുള്ള ആൾക്കാർ വാന്ന് പറയുമ്പോൾ രമേശൻ പോകാൻ പാടില്ല, മറിച്ച് ആരേ പോകാൻ പാടുള്ളൂ? 9 ആളെ പോകാൻ പാടുള്ളൂ. കാരണം അവരുടെ മുമ്പിലാണ് രമേശനുള്ളത്, അവർക്കേ രമേശ ആദ്യമുള്ളൂ. രമേശന് മുമ്പിൽ രമേശനില്ലല്ലോ. അപ്പോൾ രമേശൻ അതിൽ വിളിക്കുന്നിടത്തേക്ക് രമേശൻ പോകേണ്ട ആവശ്യമില്ല, രമേശൻ അതിൽ പെടില്ലല്ലോ. അതുപോലെ ഇവിടെയും ഹകാരാദികളിൽ ഉള്ള അകാരം ഉച്ചാരണത്തിന് വേണ്ടിയിട്ടുള്ളതാണെന്ന് പറയുമ്പോൾ ഹ എന്ന വർണ്ണം ആദ്യത്തിലുള്ളത് ഏത് വർണ്ണങ്ങൾക്കാണോ ആ വർണ്ണങ്ങളിലുള്ള അകാരം ഉച്ചാരണത്തിന് വേണ്ടി എന്ന് പറയുമ്പോൾ ഹകാരം അതിൽ പെടില്ലല്ലോ. അപ്പോൾ ഹകാരത്തിൽ അകാരം ഉച്ചാരണത്തിന് വേണ്ടിയിട്ടല്ലല്ലോ എന്നൊരു സംശയം വരാലോ. മനസ്സിലായോ? ഹകാരം തുടക്കത്തിലുള്ള വർണ്ണങ്ങളിലുള്ള അകാരം ഉച്ചാരണത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഹകാരം തുടക്കത്തിലുള്ള വർണ്ണങ്ങൾ ഏതാണ്? ഹകാരം ഒഴിച്ചുള്ള ബാക്കി വർണ്ണങ്ങൾ. ഹകാരം മുമ്പിലുണ്ട്. അപ്പോൾ ഹകാരം ഒഴിച്ചുള്ള ബാക്കി വർണ്ണങ്ങളാണ് ഹകാരാദികൾ. നേരത്തെ പറഞ്ഞതുപോലെ ആവൂലേ?
അപ്പോൾ ഹകാരം അതിൽ പെടില്ലല്ലോ. സംശയം മനസ്സിലായോ? അപ്പോൾ ഹകാരത്തിലുള്ള അകാരം ഉച്ചാരണത്തിന് വേണ്ടിയിട്ടുള്ളതല്ല എന്നൊരർത്ഥം വന്നു ചേരും. ഈ ദോഷം എങ്ങനെ പരിഹരിക്കും? ഇതൊരു ദോഷമാണ്. ഞാൻ പറഞ്ഞ സംശയം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, ഉണ്ടാവും അല്ലേ? അപ്പോൾ എങ്ങനെ ഈ ദോഷം പരിഹരിക്കും എന്ന് സംശയം വരുമ്പോൾ ഇവിടെ പറയുന്നത് ഇത് ബഹൂവ്രീഹി സമാസമാണ് അല്ലേ? ഹകാരഹ ആദിഹി യേഷാംതേ ഹകാരാദയ എന്നത് ബഹൂവ്രീഹി സമാസമാണ്. എന്താണ് ബഹൂവ്രീഹി? അന്യപദാർത്ഥ പ്രധാനമാണ് ബഹൂവ്രീഹി അല്ലേ? അന്യപദാർത്ഥ പ്രധാനോ ബഹൂവ്രീഹി. എന്താണ് ഈ അന്യപദാർത്ഥം? അന്യപദാർത്ഥം എന്ന് പറഞ്ഞാൽ പ്രഥമാന്ത വിഭക്തി ഒഴിച്ച് ദ്വിതീയ തൃതീയ ചതുർത്ഥി പഞ്ചമി ഷഷ്ഠി സപ്തമി വിഭക്തികളെ കൊണ്ട് കുറിക്കപ്പെടുന്ന വസ്തുക്കളെ, പദാർത്ഥങ്ങളെയാണ് അന്യപദാർത്ഥം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു ഉദാഹരണം പറയാം. ഇപ്പോൾ ബഹൂവ്രീഹി സമാസത്തിൽ പീതാംബരഃ, പീതം അംബരം യസ്യ സഹ പീതാംബരഃ, പീതമായ അംബരം മഞ്ഞയായ വസ്ത്രം, യസ്യ യാവനൊരുത്തന്നി, സഹ അവൻ പീതാംബരൻ, മഞ്ഞപ്പട്ടുടുത്തവൻ എന്നർത്ഥം. ഇവിടെ ഏതാണ് അന്യപദാർത്ഥം? ഏതാണ്? പീതം അംബരം യസ്യ എന്ന ഷഷ്ഠ്യന്തം കൊണ്ട് കുറിക്കപ്പെടുന്ന വ്യക്തിയാണ് ഇവിടെ അന്യപദാർത്ഥം. മനസ്സിലായോ? മറിച്ച് ഇവിടുത്തെ സമാസത്തിലെ പദങ്ങൾ ഏതാണ്? പീതം അംബരം എന്ന് രണ്ട് പ്രഥമാന്ത ശബ്ദമാണ്. പീതം എന്ന പ്രഥമ നപുംസകലിംഗം പ്രഥമ, അംബരം എന്ന നപുംസകലിംഗം പ്രഥമ, രണ്ട് പ്രഥമാന്ത ശബ്ദങ്ങളാണ്. ഈ പീതം അംബരം മഞ്ഞ വസ്ത്രം ഇതിനെ കുറിക്കാനാണോ ഇവിടെ പീതാംബരഹ എന്ന ശബ്ദം പ്രയോഗിക്കുന്നത്? ആണോ? അല്ല. മറിച്ച് ഏതിനാണ്? പ്രഥമാന്ത ശബ്ദങ്ങൾ ഒഴിച്ച് മറ്റ് വിഭക്തികളെ കൊണ്ട് കുറിക്കപ്പെടുന്ന വ്യക്തിയെ, വസ്തുവിനെ കുറിക്കാനാണ് ബഹൂവ്രീഹി സമാസം വരുന്നത്. മനസ്സിലായോ? പീതം അംബരം യസ്യ. അപ്പോൾ യസ്യ എന്നുള്ളത് അന്യപദാർത്ഥമാണ്, ഷഷ്ടിയാണ്. പ്രഥമ അല്ല, ഷഷ്ടിയാണ്. മനസ്സിലായോ? ഇതാണ് അന്യപദാർത്ഥം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതുപോലെ ദ്വിതീയയും വരും, തൃതീയയും ചതുർത്ഥിയും ഒക്കെ അന്യപദാർത്ഥമായിട്ട് ബഹൂവ്രീഹി സമാസത്തിൽ വരും. നിങ്ങൾക്ക് മറ്റു ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് പരിശോധിച്ചാൽ മനസ്സിലാവും. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ സംശയമുണ്ടല്ലേ, ഹകാരാദിഷു എന്ന് പറഞ്ഞാൽ അതിൽ ഹകാരം പെടുമോ എന്നൊരു സംശയം, ശങ്ക പറഞ്ഞു. അതെങ്ങനെ പരിഹരിക്കുക? ഈ ബഹൂവ്രീഹി രണ്ട് തരത്തിലുണ്ട്. തദ്ഗുണ സംവിജ്ഞാന ബഹൂവ്രീഹി, അതദ്ഗുണ സംവിജ്ഞാന ബഹൂവ്രീഹി. ഇങ്ങനെയുള്ള രണ്ട് തരത്തിൽ തദ്ഗുണ സംവിജ്ഞാന ബഹൂവ്രീഹി, അതദ്ഗുണ സംവിജ്ഞാന ബഹൂവ്രീഹി. എന്താണ് ഈ തദ്ഗുണ സംവിജ്ഞാന ബഹൂവ്രീഹി എന്ന് പറഞ്ഞാൽ? അതായത് തസ്യ ഗുണഃ തദ്ഗുണഃ, തസ്യ നാമ ബഹൂവ്രീഹി സമാസസ്യ എന്നർത്ഥം. അതിൻ്റെ ബഹൂവ്രീഹി സമാസത്തിൻ്റെ ഗുണഃ എന്ന് പറഞ്ഞാൽ വിശേഷണം, ബഹൂവ്രീഹി സമാസത്തിലെ ഘടകപദങ്ങൾ, വർത്തിപദങ്ങൾ, ആ സമാസത്തിൽ വർത്തിക്കുന്ന പദങ്ങൾ എന്നർത്ഥം. അപ്പോൾ തസ്യ ഗുണഃ എന്ന് പറഞ്ഞാൽ തദ്ഗുണഃ, ബഹൂവ്രീഹി സമാസത്തിലെ ഘടകപദങ്ങൾ, അതിനെ കൂടി സംവിജ്ഞാനം ചെയ്യുന്ന, ഗ്രഹിക്കുന്ന, ഉൾക്കൊള്ളുന്ന സമാസം. അതാണ് തദ്ഗുണ സംവിജ്ഞാന ബഹൂവ്രീഹി. ഒരു ഉദാഹരണം ഞാൻ പറയാം. അപ്പോൾ എന്താ പറഞ്ഞു വെച്ചാൽ നമ്മളിപ്പോൾ തദ്ഗുണത്തെ കൂടി ബഹൂവ്രീഹിയിലെ ഘടകപദങ്ങൾ, ആ ഘടകപദങ്ങളെ കൂടി ഉൾക്കൊള്ളുന്ന സമാസത്തെയാണ് തദ്ഗുണ സംവിജ്ഞാന ബഹൂവ്രീഹി എന്ന് പറയുന്നത്. ഇപ്പോൾ ഡാൻസ് പ്രോഗ്രാം നടക്കുന്ന വിചാരിക്കാം, സ്കൂൾ കലോത്സവം നടക്കുന്ന വിചാരിക്കാം. അപ്പോൾ എന്തുണ്ട്, ഒരു ഡാൻസ്, ഇൻഡിവിജ്വൽ ഡാൻസ്, ഒരു വ്യക്തിഗതമായ ഡാൻസിൻ്റെ പരിപാടിയാണ് നടക്കാൻ പോകുന്നത്. ഓരോ കുട്ടിയും മഞ്ഞപ്പട്ട് കൊടുത്തിട്ടുണ്ട്, ചുവന്ന പട്ട് കൊടുത്തിട്ടുണ്ട്, അതുപോലെ നീലപ്പട്ട് കൊടുത്തിട്ടൊക്കെ അവിടെ നിൽക്കുന്നത് വിചാരിക്കാം. അപ്പോൾ അധ്യാപകൻ തൻ്റെ കുട്ടിയെ വിളിക്കണം. അധ്യാപകൻ കുറച്ച് ദൂരമുള്ളത്, തൻ്റെ കുട്ടിയെ വിളിക്കണം. അപ്പോൾ ഒരു കുട്ടിയോട് പറയുന്നു, പീതാംബരം ആഹ്വയതു എന്ന് പറയുന്നു. ആ പീതാംബരനെ വിളിക്കൂ എന്ന് പറയുന്നു. അപ്പോൾ കുട്ടി പോയി എന്ത് ചെയ്യും? ആ പീതാംബരനെയും കൂട്ടിക്കൊണ്ടുവരും അല്ലേ? പീതാംബരം എന്ന് എന്താ അർത്ഥം? മഞ്ഞപ്പട്ടുടുത്തവൻ. അപ്പോൾ പീതം അംബരം അതാണ് സമാസത്തിലെ ഘടകപദങ്ങൾ. അതുകൊണ്ട് കുറിക്കുന്നത് ആരെയാണ്? ആ മഞ്ഞപ്പട്ടാണ്. പീതം അംബരം കൊണ്ട് കുറിക്കുന്ന ആരാണ്? മഞ്ഞപ്പട്ടിനെയാണ്. അതുപോലെ പീതം, മഞ്ഞ, അംബരം, വസ്ത്രം. പീതം അംബരം എന്ന രണ്ട് ശബ്ദത്തിൻ്റെ അർത്ഥം മഞ്ഞപ്പട്ട് എന്ന അർത്ഥം.
അതാണ് ഘടകപദങ്ങൾ. അന്യപദാർത്ഥാരാണ് ആ കുട്ടി. പീതം അമ്പരം യസ്യ, പീതം മഞ്ഞപ്പട്ട് യാവനൊരു തെന്നി, അവനാണ് പീതാംബരൻ അല്ലേ. അപ്പോൾ പീതാംബരനെ വിളിക്കുക വരുമ്പോൾ ആ കുട്ടിയെ വിളിക്കേണ്ട ആവശ്യമുള്ളൂ. പക്ഷെ വിളിക്കുമ്പോൾ എന്ത് ചെയ്യും? കുട്ടി ആ മഞ്ഞപ്പട്ടോട് കൂടിയിട്ടാണ് വരിക അല്ലേ. മഞ്ഞപ്പട്ടോട് കൂടിയിട്ടാണ് കുഞ്ഞ് വരിക. അപ്പോൾ അവിടെ എന്താ മനസ്സിലാക്കേണ്ടത്? സമാസത്തിലെ ഘടകപദങ്ങളായ പീതാംബരവും മഞ്ഞ വസ്ത്രവും വരുന്നുണ്ട്, അതിനെ കൂടി ഗ്രഹിക്കുന്നുണ്ട്, അതിനെ കൂടി ഉൾക്കൊള്ളുന്നുണ്ട്. അല്ലാണ്ട് മഞ്ഞപ്പട്ട് ഊരി വെച്ചിട്ടല്ല കുട്ടി വരുന്നത്. മനസ്സിലായോ? അതാണ് തദ്ഗുണ സംവിജ്ഞാന ബഹൂറിഹി. ഇനി അതദ്ഗുണ സംവിജ്ഞാന ബഹൂറിഹിയോ? ബഹൂറിഹി സമാസത്തിലത്തെ ഘടകപദങ്ങൾക്ക് അതിലേക്ക് പ്രവേശം ഉണ്ടാവില്ല, അതിനെ ഗ്രഹിക്കൂല. ഇപ്പോൾ നോക്കുക, ഗോധനം ആഹ്വയതു. എന്താ ഗോധനം എന്ന് പറഞ്ഞാൽ? ഗാവഹ ധനം യസ്യ സഹ ഗോധനഃ. ഗോക്കൾ, പശുക്കൾ ധനമായിട്ടുള്ളവൻ, സമ്പത്തായിട്ടുള്ളവൻ ആരോ അവൻ. ഇപ്പോൾ ഒരാൾക്ക് നാട്ടിൽ ഒരുപാട് പശുക്കൾ ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ ഗോധനനാണ് അല്ലേ, ഗോവ് ധനമായിട്ടുള്ളവനാണ്, സമ്പത്തായിട്ടുള്ളവനാണ്. അപ്പം അവൻ അതിലേ പോകുമ്പോൾ റോഡിലൂടെ വഴിയിലൂടെ പോകുമ്പോൾ പറയുന്നു ആ ഗോധനം ആഹ്വയതു എന്ന് പറയുന്നു. ആ ഗോധനനെ വിളിച്ച് ഇങ്ങോട്ടെന്ന് പറയുന്നു. അന്നേരം അദ്ദേഹം വരുമ്പോൾ ആര്? ഗാവഹ ധനം. അപ്പം ഗാവഹ ധനം എന്ന രണ്ട് പദമാണ് സമാസത്തിലെ ഘടകപദങ്ങൾ. പക്ഷെ വരുമ്പോൾ ആരേ വരുന്നുള്ളൂ? ഈ വ്യക്തി മാത്രമേ വരുന്നുള്ളൂ. പശുക്കൾ വരുന്നുണ്ടോ? ഉണ്ടോ? ഇല്ല. അതാണ് അതദ്ഗുണ സംവിജ്ഞാന ബഹൂറിഹി. സമാസത്തിലെ ഘടകപദങ്ങളെ കൊണ്ട് ഉദ്ദേശിക്കുന്ന വസ്തു ഏതാണോ അത് വരില്ല. മറിച്ച് അതുകൊണ്ട് ആ സമാസം കൊണ്ട് കുറിക്കപ്പെടുന്ന വ്യക്തി മാത്രമേ വരൂ. മനസ്സിലായോ? ഇപ്പോൾ ഇവിടെ ഗോധനം ആഹ്വയതു, ഗോവ് ധനമായിട്ടുള്ളവനെ വിളിക്കുമെന്ന് പറഞ്ഞാൽ ആ വ്യക്തി മാത്രമേ വരുന്നുള്ളൂ, അദ്ദേഹം പശുക്കളെയും പിടിച്ചിട്ട് വരില്ല. ഇതാണ് തദ്ഗുണ സംവിജ്ഞാന ബഹൂറിഹിയും അതദ്ഗുണ സംവിജ്ഞാന ബഹൂറിഹിയും. ഇവിടെ ഹകാരാദയ എന്നുള്ളത് തദ്ഗുണ സംവിജ്ഞാന ബഹൂറിഹിയാണ്. ഹകാരഹ ആദിഹി, ഇതാണ് സമാസത്തിലെ ഘടകപദങ്ങൾ. അതിനെയും കൂടി ഗ്രഹിക്കുന്ന ബഹൂറിയാണ് ഇത്. അതായത് ഹകാരത്തെയും കൂടി ഇതിൽ ഗ്രഹിക്കുന്ന അർത്ഥം. മഞ്ഞപ്പെട്ടുടുത്ത് കുഞ്ഞ് വരുന്നത് പോലെ ഹകാരാദികൾ എന്ന് പറഞ്ഞാൽ ഹായും അതിൽ പെടും. മനസ്സിലായോ? ഇപ്പോൾ ഹകാരാദയ എന്ന് പറഞ്ഞാൽ ആരെ കിട്ടി? ഹാ എന്ന് കിട്ടി. മനസ്സിലായില്ലേ? ലൺമധ്യേ ത്യുസ്സംജ്ഞകഃ, ലൺമധ്യേ തു ഇത്സംജ്ഞകഃ എന്നാണ് പദച്ഛേദം. ലൺമധ്യേ തു ഇത്സംജ്ഞകഃ എന്നാണ് പദച്ഛേദം. ഇപ്പോൾ നമ്മൾ ഏതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്? ഹകാരാദികളിലുള്ള അകാരത്തെക്കുറിച്ചാണ് കേട്ടോ. അപ്പോൾ ലൺമധ്യേ തു, ലൺമധ്യത്തിലുള്ളതാകട്ടെ, തു എന്നാകട്ടെ, ലൺമധ്യത്തിലുള്ളതാകട്ടെ, ഏതാകട്ടെ? അകാരം. ലൺമധ്യത്തിലുള്ള അകാരമാകട്ടെ. ഇത്സംജ്ഞകഃ, ഇത്ത് എന്ന സംജ്ഞയോട് കൂടിയതാണ്, ആ ഇത്ത് എന്ന പേരോട് കൂടിയതാണ്, ആ ഇത്താണ് എന്നർത്ഥം. അപ്പോൾ ഹകാരാദികളിലുള്ള എല്ലാ അകാരവും ഉച്ചാരണത്തിന് വേണ്ടി എന്ന് പറഞ്ഞു. അതിൽ ലകാരത്തിൽ ലണിലത്തെ അകാരവും പെട്ടു. ഒരു സ്പെഷ്യൽ വിധി പറയുകയാണ്. ലൺമധ്യേത്തു, ലൺമധ്യത്തിലുള്ള അകാരമാകട്ടെ, അത് ഉച്ചാരണത്തിന് വേണ്ടിയിട്ടുള്ളതല്ല, അത് ഇത്ത് എന്ന പേരോട് കൂടിയതാണ്, അതിൻ്റെ പേര് ഇത്താണ്, അത് ഉച്ചാരണ സൗകര്യത്തിന് വേണ്ടി പ്രയോഗിച്ചതല്ല എന്നർത്ഥം. അപ്പോൾ ഈ 14 സൂത്രവും ആയൂണ് എന്ന 14 സൂത്രവും ഇതി മഹേശ്വര സൂത്രമാണ് എന്ന ഈ കാരികയുടെ വരിയുടെ അർത്ഥവും മനസ്സിലായല്ലോ? മനസ്സിലായി അല്ലേ? അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ അവസാനിപ്പിക്കാം. ഇതിൽ കുറച്ചുകൂടി കാര്യങ്ങൾ പറയാനുണ്ടത്രേ. മാഹേശ്വരാണി എന്നുള്ളത് എങ്ങനെ വിഗ്രഹിക്കണം, ആ മാഹേശ്വരാണി എന്തിനാണ് പറഞ്ഞത്, അനാദി സംജ്ഞാർത്ഥാനി എന്തിനാണ് പറഞ്ഞത്, ഹകാരാദിഷ്വകാരഹ എന്തിനാണ് ഇവിടെ പറഞ്ഞത്, അതിൻ്റെയൊക്കെ പ്രയോജനം കൂടി പറയാനുണ്ടത്രേ. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കൂടുതൽ വിശദമായിട്ട് സംസാരിക്കാം. അപ്പോൾ ഇതിൻ്റെ അഭിപ്രായം, ക്ലാസ്സിൻ്റെ അഭിപ്രായം തീർച്ചയായിട്ടും നിങ്ങൾ രേഖപ്പെടുത്തണം. എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ്. കഴിഞ്ഞ ക്ലാസ് കാണാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി കഴിഞ്ഞ ക്ലാസ്സിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, അത് കാണുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ അവസാനിപ്പിക്കാം. പുനർമിളാമഹ, വീണ്ടും കാണാം. പുനർമിളാമഹ, വീണ്ടും കാണാം. ധന്യവാദः.